ഹലോ എവരി വൺ. അപ്പം നമുക്കിന്നൊരു മുള്ളൻചീര താളിപ്പ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇത് നമ്മുടെ സാദാ ചീര പോലുള്ള ചീരയല്ല. ഇത് നിറയെ ഈ ചെടിയിൽ നിറയെ മുള്ളുണ്ടായിരിക്കും. അതൊന്നും പറിച്ചെടുക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ എല്ലാം ഇങ്ങനെ നുള്ളി എടുക്കുകയാണ് നല്ലത്. അരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. പക്ഷേ ഇത് കുറച്ച് വലുപ്പം കൂടി കേട്ടോ. ഇതും ചെറിയ ഇലയായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവാം. വളരെ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമ്മുടെ അടുത്ത് തൊടിയിൽ തന്നെ ഉണ്ടായതാണ്. നമ്മുടെ അല്ല, വേറൊരാൾ നമുക്ക് തന്നതാണ്, വെച്ചോളാന്ന് പറഞ്ഞിട്ട്. നല്ല ഔഷധ ഗുണമുള്ളൊരു ചീരയാണിത്. ഞാനതിനിങ്ങനെ നുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാത്രത്തേക്കിട്ട് നന്നായി കഴുകിയെടുക്കണം. വിഷാംശമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നിറയെ മണ്ണ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മളിത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനൊരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നന്നായിട്ട് തന്നെ ഞാൻ കഴുകി വാരി എടുക്കുന്നുണ്ട്. മണ്ണുണ്ടാവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഞാനിതിൽ 4-5 പ്രാവശ്യം കഴുകുന്നുണ്ട് കേട്ടോ. കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും വെള്ളം വാരാൻ വെക്കണം. പക്ഷേ ഞാൻ അത്ര നേരം വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ലഞ്ചിന് ടൈം ആയതുകൊണ്ട്. ഇതിന് നമുക്ക് ആവശ്യം ചെറിയ ഉള്ളിയാണ്, അത്യാവശ്യം വേണം. പക്ഷേ ഇവിടെ കുറവായതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പം എത്ര എടുക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് കാന്താരി മുളകാണ്. കാന്താരി മുളകും കുറച്ചായതുകൊണ്ട് എരിവിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ട് നമ്മൾ കളഞ്ഞെടുക്കുക ചെയ്യുന്നത്. ഞാൻ അതേപോലെ അവിടെ തന്നെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ എല്ലാ തണ്ടും കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മിക്സിയിലിട്ട് അടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ മാക്സിമം ഇത് കളയുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഈ ചീരയെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, ഇലക്കറികൾക്ക് വളരെ വളരെ നല്ല സാധനമാണെന്നുള്ളതറിയാം. പക്ഷേ ഇത് അതിനേക്കാൾ ഔഷധ ഗുണമുള്ളൊരു ഇലയാണിത്. അപ്പോൾ ഞാനിത് കഴുകിയെടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് കഴുകിയിട്ട് ഞാൻ ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരഞ്ഞു പോരുത് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അറിയാലോ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ചെറുതായിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. നമുക്കറിയാലോ, തിരിച്ചിട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡിലിട്ടിട്ട്. ഇനി ഞാനിത് ഒരു ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി നന്നായി കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ അരപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കുക. ആ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ 3-4 ഗ്ലാസ് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ഞാൻ ആ മിക്സിയിലും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഒഴിച്ചിട്ട് ഇതിലിടുന്നുണ്ട്. അല്ലെങ്കിൽ മിക്സി നമ്മൾ കൈയിട്ടാൽ ചിലപ്പോൾ കൈ നീറാനുള്ള ചാൻസ് കൂടുതലാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ കൂടും. അതായത് ഭക്ഷണം ചോറിൻ്റെ കൂടെ കറി ഒഴിച്ച് കഴിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് നെയ്റ്റിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യിലാക്കാൻ പോയില്ല. എന്നിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അടുപ്പത്ത് വെക്കുകയാണ്. അടുപ്പത്ത് വെച്ച് ഇത് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ എന്തിട്ട് കൊടുക്കേണ്ടത്, മുരിങ്ങിട്ട് കൊടുക്കേണ്ടത്, ചീര ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചീര കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മളിത് പതുക്കെ ഇട്ട് കൊടുത്ത് താഴ്ന്ന് വരും. അപ്പോൾ നമ്മളിതിലിടുമ്പോൾ ചിലപ്പോൾ പൊന്തി നിൽക്കും. കാരണം കുറേ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും ഇത് കറി വയ്ക്കുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ മാക്സിമം നമ്മൾ ഇട്ട് കൊടുത്ത് ഇളക്കി വരുമ്പോൾ അത് വെന്ത് അല്ലെങ്കിൽ വാടി വരുന്ന സമയത്ത് അത് ചുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ട് ഇളക്കിയതിന് ശേഷം അത് ചുങ്ങി വന്നിട്ട് ബാക്കി ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ അതിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഇത് വാടി വന്നപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പും എരിവും നന്നായിട്ട് ഉണ്ടാവണം, എങ്കിലേ കറിക്ക് വളരെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഉപ്പെത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കറി എന്തായിട്ടുണ്ട്, അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് അതിൽ ഒഴിക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ്. ഇതിൽ വേറെ കടുകോ കാര്യങ്ങളൊന്നും പൊട്ടിച്ചില്ല, പച്ച വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നമ്മുടെ സ്വാദിഷ്ടമായ മുള്ളൻചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.